ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ നാട്ടിലെത്തിയതിന് ശേഷം ഡേ 2 ഓഫ് തെണ്ടലാണ് നമ്മുടെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഓട്ടോ പിടിച്ചു, നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഓട്ടോ അങ്കിളാട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോ പിടിച്ച അങ്കിളിനോടൊക്കെ സംസാരിച്ച് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ കൃഷി കേന്ദ്രയിൽ പോയി. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ മെയിൻ റീസൺ അമ്മയ്ക്ക് എന്തൊക്കെയോ വിത്തുകൾ, പല ചെടികളുടെ വിത്ത്, പിന്നെ ഫെർട്ടിലൈസേഴ്സ്, വേറെ എന്തൊക്കെയോ വാങ്ങണമായിരുന്നു. അപ്പം ഞാനിതൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ആൻറ്റി പറഞ്ഞു, അവിടുത്തെ ഓണർ ആൻറ്റി പറഞ്ഞു അത് മൊത്തം ക്യാപ്ചർ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ നടന്ന് വീഡിയോ ക്യാപ്ചറിങ് ആയിരുന്നു. അമ്മ എന്തൊക്കെയോ വിത്തുകളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. ഇത് കൊത്തവരയുടെ വിത്താണ്. അപ്പോൾ ഇതൊക്കെ അമ്മ എടുത്തിട്ടുണ്ട്, വരുമോയെന്ന് അറിയില്ല, പക്ഷേ എന്തൊക്കെയോ ഉണ്ടമുളക് അതിൻ്റെയൊക്കെ വിത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കൃഷി കേന്ദ്രം വരുന്നത് പാലക്കാട് മംഗളം ടവേഴ്സിൻ്റെ അടുത്തായിട്ടാണ്. പിന്നെ ഒട്ടുമിക്ക സാധനങ്ങൾ അമ്മ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അത് ഈ ഒരു സ്പ്രേ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ സൈസിൻ്റെ നമ്മൾ എടുത്തത്. അപ്പോൾ കുറച്ചുകൂടെ വലുതുണ്ട്, നമ്മൾ ഇത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത് യൂസ് ചെയ്യേണ്ട, എങ്ങനെ യൂസ് ചെയ്യാന്നൊക്കെ ഉള്ളത് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ഇവിടുത്തെ പേർച്ചേസൊക്കെ കഴിഞ്ഞു. അപ്പം അമ്മ ബാഗും തൂക്കി ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. അടുത്ത ഡെസ്റ്റിനേഷൻ വന്നിട്ട് നമ്മുടെ ഹംസക്കാൻ്റെ പാത്രക്കടയാണ്. ഇതും മംഗളം ടവേഴ്സിൻ്റെ താഴെയായിട്ടാണ് വരുന്നത്. ഈ ഒരു കൃഷി കേന്ദ്രത്തിൽ നിന്ന് നടന്നു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ആദ്യം നമ്മൾ പാത്രക്കടയിൽ കയറിയപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വേറൊരാൾ കന്നഡയിൽ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കന്നഡ കേട്ടപ്പോൾ ഞാൻ തിരിച്ച് അവരോട് കന്നഡയിൽ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ബേസിക്കലി മലയാളിയാണ്, പാലക്കാടുകാരനാണ്, പക്ഷേ തുംകൂർ സെറ്റിൽഡാണ്. അപ്പോൾ അവരോടൊക്കെ കുറച്ച് കത്തി വെച്ച് പിന്നെ അവർ ആങ്കിൾ സാധനമൊക്കെ വാങ്ങി പോയിട്ടോ. പിന്നെ നമ്മൾ ഹംസക്കാൻ്റെ അടുത്ത് നമുക്ക് വേണ്ട സാധനങ്ങൾ പറഞ്ഞു. നമുക്ക് ടിഫിൻ ബോക്സ് ആയിരുന്നു വേണ്ടത്, 3 എണ്ണം വാങ്ങി. അങ്ങനെ ഞാൻ ഹംസക്കാൻ്റെ അടുത്ത് ഹായും ബായും ഒക്കെ പറയാൻ പറഞ്ഞ് അവിടുന്ന് വിട്ടു നേരെ മെഡിക്കൽ സ്റ്റോറിലേക്ക്. ഇവിടെ അമ്മൂമ്മയ്ക്ക് പെയിൻ കില്ലർ വാങ്ങണമായിരുന്നു. മൈസൂർ കിട്ടാത്തൊരു പെയിൻ കില്ലർ ഇവിടെ കിട്ടും, അതായത് ഇവിടുത്തെ ഡോക്ടർ എഴുതി കൊടുത്തതാണ്. മൈസൂർ ഇപ്പം അത് വരുന്നില്ല. അപ്പം ഇവരുടെ സ്റ്റോക്ക് ഇല്ലാണ്ട് ഇവർ ഹോം ഡെലിവറി ചെയ്ത് തന്നു കേട്ടോ. അടുത്തത് നമ്മൾ വിട്ടത് മിൽമേലിക്കായിരുന്നു. എന്തിനാണ് ഗൈസ്? പുളിച്ച തൈര് വാങ്ങാനല്ല, പാല് വാങ്ങാനായിരുന്നു കേട്ടോ. അടുത്ത പോയ സ്ഥലം വൻ വിറ്റായിരുന്നു ഗൈസ്. ഞങ്ങൾക്ക് ഇതൊക്കെ കഴിയുമ്പോഴേക്കും ടോയ്ലറ്റിൽ പോകാൻ മുട്ടിയിട്ടോ. പിന്നെ നമ്മൾ നേരെ മാക്സിലേക്ക് പോയി കാര്യം സാധിച്ച് ഇറങ്ങി. ഇവിടുത്തെ ഡ്രസ്സൊന്നും പോരാ, സെലക്ഷൻ പോരാ എന്നുള്ള രീതി അവർക്കൊന്നും തോന്നാൻ പാടില്ലല്ലോ. 2 ദിവസം മുന്നേ വന്ന് പാപ്പിന് ഷർട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ മുട്ടി എന്താ ചെയ്യുക ഗൈസ്? ഉമ്മർത്ത് മാക്സ് ഉണ്ടായിരുന്നു, നമ്മൾ വേഗം പോയി കാര്യം സാധിച്ചു. പിന്നെ അടുത്ത് നമ്മൾ പോയത് സോപ്പും ഡിറ്റർജൻസ് ഒക്കെ കിട്ടുന്ന ഒരു കടയിലായിരുന്നു. അപ്പോൾ അവിടുന്ന് അമ്മ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ വിട്ടു മഹാരാജാസിലേക്ക്. ഇവിടുന്ന് അമ്മൂമ്മയ്ക്ക് ബ്ലൗസ് പീസ് ഓൾറെഡി എടുത്തതിൻ്റെ പോരാ, ലെങ്ത്ത് പോരാന്ന് പറഞ്ഞ് കുറച്ചുകൂടെ എക്സ്ട്രാ പീസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തു. പിന്നെ ഞാൻ അവിടുത്തെ കുർത്താസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി, പക്ഷെ ഒന്നും എടുത്തില്ല ഗൈസ്. അപ്പോഴേക്കും ഭയങ്കര മഴ തുടങ്ങിയിട്ടോ പുറത്ത്. അപ്പോൾ പിന്നെ 1-2 സ്ഥലത്തൂടെ പോകാനുണ്ടായിരുന്നു, അത് പറ്റിയില്ല. അങ്ങനെ നമ്മൾ നേരെ ഓട്ടോ പിടിച്ചിട്ട് വീട്ടിലേക്ക് പോകായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് പോകണ വഴി ഞാൻ പറഞ്ഞു നമ്മുടെ അടുത്ത് ഒളിമ്പിക് ബേക്സിൽ കയറിയിട്ട് എനിക്ക് ചിക്കൻ പപ്സും ചിക്കൻ കട്ട്ലറ്റും വേണമെന്ന്. അപ്പോൾ അമ്മ വേഗം നീ പോയി വാങ്ങിയിട്ട് വന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ വേഗം ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടോ. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുണ്ടാവും അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ ഓട്ടോയിലിരുന്ന് സൂം ചെയ്തിട്ട് എൻ്റെ വീഡിയോ എടുത്ത് തരുമായിരുന്നു കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു ഒരു തെണ്ടൽ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.